നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ജീതു ജോസഫിന്റെ വീടാണ്. അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും ഇവിടെ ഇങ്ങനെ കൂടാറുണ്ട്, ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത്. എപ്പോഴും ഈ കുക്കിംഗ് എൻ്റെ തലയിലാവും, ആരുടെ ഏത് സുഹൃത്തുക്കളുടെ കൂടെ ആവുമ്പോഴും. അത് ഞാൻ അത്ര നല്ല കുക്കായത് കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നില്ല, അവർക്ക് ആ പണിയിൽ നിന്ന് ഒഴിവാകുമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പൊ സന്ദീപും സച്ചിനും ബൈജുവും ഒക്കെ കൂടിയിട്ട് ദുബായിൽ ഡിസൈനിലെങ്ങനെ വല്ല ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് അപ്പോഴും കുക്കിംഗ് എൻ്റെ തലയിലാണ് എപ്പോഴും. ഇന്നത്തെ കുക്കിങ്ങിന്റെ തിയറി വളരെ സിമ്പിളാണ്. നമ്മളെ സഹായിക്കാൻ ജോലിക്കാരോ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പാൻ, ഒരു ചോപ്പിംഗ് ബോർഡ്, ഒരു നൈഫ്, ഇത്രേ ഞാൻ ഉപയോഗിക്കുള്ളൂ. തീരുമാനിച്ച കാര്യമാണ്. ഫ്രിഡ്ജിൽ പണ്ട് മേടിച്ച് എപ്പോഴോ വെച്ച കുറേ സോസുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്റ്റേക്ക് സോസ് ഉണ്ടായിരുന്നു, കുറച്ച് കെച്ചപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഗാർലിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ബീഫ് അങ്ങനെ പ്രത്യേക കട്ടൊന്നും പറഞ്ഞ് വാങ്ങിച്ചതൊന്നുമല്ല, കിട്ടിയ ബീഫ് അത് വാങ്ങിച്ചു. പിന്നെ കുക്കിംഗ് ഒക്കെ ബട്ടറിലാണ്, വേറെ ഓയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന 2-3 സോസുകളും മാരിനേഷനുള്ള ബേസിക് സംഭവങ്ങൾ. ഈ ചിക്കൻ്റെ മാരിനേഷൻ കുറച്ച് ലൈമും ചില്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. പടച്ചോനെ ഞങ്ങൾ കാത്തോളി. ചിക്കൻ റെഡിയായോ? ആയിരുന്നു. ഇതിന്റെ പേരെന്നാ? പേരൊന്നുമില്ല, ജെന്നിഫർ. നമ്മൾ പോകും. നൈസ് നിൽക്കണ്ട, പറഞ്ഞു കൊടുക്കും നിന്റെ അച്ഛന്. എത്ര തവണ പറഞ്ഞേ അതത്രേ ഉള്ളൂ. പരിപാടിക്ക് ഇച്ചിരി പാണ്ട് പിടിച്ച പോലെ ഉണ്ട്. അടിപൊളി. ഇത് കംപ്ലീറ്റ് ബീഫിന്റെയും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചിക്കന്റെയും സോസാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇതുകൊണ്ട് ഗുണം. ഞാൻ കംപ്ലീറ്റ് പാൻ കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. ഇത് കഴിച്ചിട്ട് ആൾക്കാർക്ക് ഭ്രാന്താവുകയും ചെയ്യും. ചീസ് ഇട്ടപ്പോൾ നന്നായില്ലേ ചിക്കൻ? മറ്റൊരു കുറച്ച് ലൈമും ചില്ലിയും ഒക്കെ ഉണ്ട്. ഇത് ക്രീമിയാണ്. തുടക്കത്തിൽ തന്നെ ഭയങ്കര ക്രീമി ആകുമ്പോൾ അവർക്ക് മടുക്കും. ഇപ്പോൾ ലൈമും ചില്ലിയൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ചൊരു രസമുണ്ട്. നമുക്ക് മടുപ്പിക്കണമല്ലോ, അതിലേക്ക് ആംബുലൻസ് ഇവിടെ ഇപ്പൊ തന്നെ വിളിച്ചു. അതല്ല, ഇതിൽ കയറി കടിക്കരുത്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ദൃശ്യത്തിന്റെ സ്ക്രിപ്റ്റ് പബ്ലിഷ് തന്നിട്ടുണ്ടോ? ഓടി റെസ്റ്റോറന്റ് ഓണറിനോട് ഓടിക്കൊണ്ടിട്ട് അയാളുടെ റെസ്റ്റോറന്റിലെ അടുക്കളയിലെ കുക്കിംഗ് റേഞ്ചിൽ അടിക്ക് വിളിച്ചിരുന്നു. അതിലിപ്പോ കുക്ക് ചെയ്ത് സെർവ് ചെയ്താലോ? ഇത് അടിപൊളി കേട്ടോ, അടിപൊളി. എനിക്കൊരു പത്മശ്രീ തരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു. ഈ കുക്കിങ്ങിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള ഫ്രണ്ട്സ് ആണ്. റെസിപ്പി ഇല്ല, ഇൻഗ്രീഡിയൻസ് വേണ്ടത്ര ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ട്സിന്റെ കൂടെ ആകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കൊളായാലും എന്ത് സംഭവിക്കുന്നുള്ള പേടിയൊന്നും ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് പുതിയ പുതിയ സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുക, ടേസ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. നമ്മൾ പാൻ ക്ലീൻ ചെയ്യുന്നില്ല, നമ്മൾ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. കണ്ടിന്യൂയിങ് വിത്ത് ദൈവം സഹായിച്ച് അവർ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം ഇയാൾ ഒക്കെ ബീഫ് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് കുക്കായി. ബീഫ് ഭയങ്കര പാവാ. ക്ലാസ്സില്ലേ ബാക്കിയൊക്കെ എല്ലാം പഠിച്ച് പരാജയപ്പെട്ടോ?
ഈ സോസിന്റെ കൺസിസ്റ്റൻസി എന്താ? നമ്മള് ചിക്കൻ കുക്ക് ചെയ്തപ്പോഴും ബീഫ് കുക്ക് ചെയ്തപ്പോഴും ലൈക്ക് സോസ് ബീഫിന് കുറച്ച് കൂടുതലായിട്ട് Why? ബീഫ് ബെറ്റ മീറ്റാ, അതുകൊണ്ടാണ് നല്ല സോസ് ഉണ്ടാവുന്നത്. ചിക്കൻ ഒന്നും കൊള്ളാത്ത മീറ്റാ. ക്യാരറ്റ് ചിക്കൻ രണ്ടും മീറ്റ് ഉള്ളു. പാൻ മാത്രം കുക്ക് ചെയ്തിട്ടും ലൈക്ക് നമ്മൾ ഫസ്റ്റ് കഴിച്ച ഡിഷിനും പിന്നെ കഴിച്ച ഡിഷിനും ടേസ്റ്റ് അങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ കൺസൾട്ടൻസിയിൽ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്നത്. ലൈക്ക് ആ ലിവർ കഴിച്ചപ്പോഴും അതിന് പ്രീവിയസ് ചിക്കൻ കഴിച്ചപ്പോഴും ഇറ്റ് ടേസ്റ്റ് സോ ഡിഫറെന്റ്. What can I do? I'm a brilliant man. ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിലാക്സിങ് ആണ്. വേറെ ഒന്നും ആലോചിക്കണ്ട. ഇതൊന്നും ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വിളമ്പാൻ പറ്റുന്ന ഭക്ഷണമോ ഒന്നുമല്ല. വെറുതെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ച് കുറെ കളിയാക്കി അതിൻ്റെ ഇടയിൽ പറ്റുന്നത്ര ഭക്ഷണം കഴിച്ച് ചിലപ്പോഴൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കഴിക്കാൻ പോലും പറ്റാത്തത്ര കൊളാവാറുണ്ട്. പുറത്തുനിന്ന് മേടിക്കേണ്ടി വരാറുണ്ട് ഭക്ഷണം. ഇനി ശരിയാട്ടോ. ഈ തിലകം പറഞ്ഞ ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, കഴിക്കുന്നതിനേക്കാളും കഴിപ്പിക്കുന്നതിലാണ് എനിക്ക് ഇഷ്ടമെന്ന്. എനിക്ക് അങ്ങനെ ആകെ തോന്നാറ് ഇങ്ങനത്തെ കമ്പനികളിലാണ്. അവര് ചിലപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് കുറ്റമായിരിക്കും പറയുന്നത്, പക്ഷെ സ്റ്റിൽ ഭയങ്കര രസാ ആ ചിരിയും ബഹളവും. അമ്മയ്ക്കൊരു വിചാരമുണ്ട് അമ്മ ഭയങ്കര പാട്ടുകാരിയാണ്. നാളെ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് മൃഗാളെ വിളിക്കും കേട്ടോ. പബ്ലിക് 32 വയസ്സായില്ലേ? ഓ അപ്പൊ എനിക്ക് പിന്നെയും കൂടുതലല്ലേ. ഏത് സിനിമയുടെ സമയത്താണ് ഇങ്ങോട്ട് വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഈ വീട് പണിയാനായിട്ട് കല്ലിട്ടിട്ടാണ് മൈബോസിന്റെ പൂജയ്ക്ക് പോകുന്നത്. ഇവിടെ രാവിലെ കല്ലിടുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് വണ്ടി എടുത്ത് മൈബോസിന്റെ പൂജ. പിന്നെ ഈ വീട് പണി നടക്കുന്നു, മെമ്മറീസ് ഷൂട്ട് ചെയ്യുന്നു, അത് റിലീസ് ചെയ്തു. ദൃശ്യം ഷൂട്ട് ചെയ്യുന്നു. ദൃശ്യം ഈ പറയുന്ന പോലെ ഡിസംബർ 19 റിലീസ് ചെയ്യുന്നു. ഡിസംബർ 20 ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഞാൻ ആക്ച്വലി എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു കുറേ നാൾ താമസിച്ചുകൊണ്ടിരുന്നത് റെൻറ്റിന്, ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടിങ്ങ് വന്നപ്പം. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന നാട്ടിൻപുറ തോട്ടവും അതിൻ്റെ നടുക്ക് വീടും അങ്ങനെ ഒരു ഇതിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഫ്ലാറ്റ് ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീടായിട്ട് വേണമെന്നുണ്ട്. ഞാൻ എന്നിട്ട് വെണ്ണലയിൽ എന്നൊരു 8.5 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ വീട് പണിയാനുള്ള എല്ലാ ഇതും ചെയ്തതാണ്. അതും തൃപ്തിയായില്ല, കുറച്ചുകൂടെ സ്ഥലം വേണമെന്ന് കരുതി ഞാൻ കുറച്ചുകൂടി ഒരു 10-18 സെൻറ്റ് സ്ഥലങ്ങളോ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ പിന്നെ മൊത്തത്തിലൊരു ഗ്രാമത്തിൻ്റെ ഫീലാണ്. ചുറ്റിനും എന്താ പറയുക വയലും കാര്യങ്ങളും. പിന്നെ ഏറ്റവും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് ഇവിടെ പുതിയകാവ് അമ്പലത്തിൽ നിന്ന് ഒരു പാട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെയുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ 5:30 ആകുമ്പോൾ അല്ല 6 മണി 6:30 ആകുമ്പോൾ അമ്പലത്തിൽ നിന്ന് പാട്ട് വരും. അത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ നാട് മുത്തോലവരം എലഞ്ഞി പഞ്ചായത്തിൽ മുത്തോലവരം എന്ന സ്ഥലം, അവിടെ ആകുന്നൊരു ഫീലാണ്. എൻ്റെ ബേസിക്കായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ കാരണം ആ നാട്ടിൻപുറം ഫീൽ. എനിക്കത് അങ്ങനത്തെ ഇതാണ് ഇഷ്ടം. ഇപ്പൊ ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാം, പക്ഷെ ആക്ച്വലി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. എങ്ങനെയായിരിക്കും ഈ സംഭവം കഴിയുമ്പോൾ ജോലി മാറുക? ഒത്തിരി റെസ്ട്രിക്ഷൻസ് വരും. ഇപ്പോൾ ഒരു 100-110 പേര് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമയൊക്കെ മിക്കവാറും 50-ലേക്ക് ചുരുക്കാൻ അല്ല 60-ലേക്ക് ചുരുക്കാൻ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി 40 പേരുടെ ജോലി പോകും. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടില്ലേ? നിർബന്ധമില്ല. കാരണം ഇപ്പോൾ എബ്രോഡൊക്കെ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ 25 പേരുമായിട്ടാണ് പോയി ഷൂട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം, നമുക്കൊന്നും അത് എന്നാലും. പക്ഷേ ഇതിപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയില്ല, നമുക്ക് അത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജോലി അഫക്റ്റ് ചെയ്യും. നമ്പർ ഓഫ് ഫിലിംസ് കുറയും. ഇനിയിപ്പോൾ ഈ തവണത്തെ ഒരു ലോക്ക്ഡൗണും അല്ല ഈ പ്രശ്നം കൊണ്ട് ഒത്തിരി പേരെ ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിനിമയുടെ എണ്ണം കുറയും. അപ്പോൾ ഈ സിനിമയുടെ എണ്ണം കുറയുമ്പോൾ ജോലിയെ ബാധിക്കും. ഡെഫിനറ്റ്ലി അത് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഏറ്റവും കഴിവുള്ള ഒരാളെ ചിലപ്പോൾ 3 പേര് ചെയ്യേണ്ട ജോലിയിലേക്ക് കൊണ്ടുവരും അല്ലേ? അങ്ങനെ ആളുകളുടെ ഇപ്പൊ എന്നോട് ഒത്തിരി പേര് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി 8-9 പേരുണ്ട്
പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ തുടങ്ങുന്ന സിനിമയിൽ ഒരു 4 പേര് മാക്സിമം പോയ 5, അതുപോലെയുള്ള മിക്കവാറും 4 പേരെ നിർത്തേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മൾട്ടി ടാസ്ക്, അതായത് അയാൾക്ക് ഒരേ സമയത്ത് 2 ജോലിക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അധ്വാനം കൂടും. ഡെഫിനറ്റ്ലി ഈ ഇവർക്ക് കിട്ടുന്ന കാശാണെങ്കിൽ പഴയ പോലെ കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. ആയിരിക്കും. കാരണം ഇപ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയിൽ അതൊക്കെ ആവശ്യപ്പെടാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ ഒരാൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അയാൾ വിചാരിക്കുക, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമ എൻ്റെ പാഷനാണ്, എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേ ആൾ തന്നെ 3-4 സിനിമ കഴിഞ്ഞ് വളരെ സക്സസ്ഫുൾ ആകുമ്പോൾ കാശിന് വേണ്ടിയിട്ട് ചില സംഭവങ്ങൾ വേണ്ടാന്ന് നോക്കി ആ പാഷൻ എന്നുള്ള എലമെന്റ് ചെറുതായിട്ട് മാറ്റി വെക്കി, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. അതിനകത്ത് കാശിന് വേണ്ടിയിട്ട് ചില വേണ്ടെന്ന് വെക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളതായിട്ട് എനിക്കും അറിയാം. അതിപ്പോൾ ഓരോരുത്തരുടെ പ്രയോറിറ്റി അല്ലേ. ഇപ്പോൾ നമുക്ക് അങ്ങനെ അയാളെ തീർത്തും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു 2-3 സിനിമ ചെയ്ത് അയാളുടെ ലൈഫ് സ്റ്റൈൽ മാറി, അയാൾ ഇപ്പോൾ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് ലോണുണ്ടല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം എന്താ പറയുക, നമ്മൾ അങ്ങനത്തെ ഒരു പ്രഷർ പോയിന്റ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പം പൈസ അത്യാവശ്യമാണെങ്കിൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. നമ്മളിപ്പോൾ ആരും ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ. സിനിമക്കാർ ഭയങ്കര ലാവിഷായിട്ട് ജീവിച്ചില്ലെങ്കിൽ അവർ സക്സസ്ഫുൾ അല്ല എന്നുള്ളൊരു വിചാരം ജനങ്ങൾക്കുണ്ടോ? അങ്ങനെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത രീതി, എൻ്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇപ്പം ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരൻ്റെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഞാനെപ്പോഴും പിള്ളേരോടും പറയും, ഈ സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. 3-4 കുറേ ഫ്ലോപ്പുകളൊക്കെ വന്നാൽ അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഔട്ടാകാം. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നാളെ ആണെങ്കിലും കുറച്ച് നമ്മൾ കൃഷിക്കാരനാകുന്ന ആ പറമ്പിലിറങ്ങി പണിയിപ്പിച്ച ആൾക്കാരെ എന്താ പറയുക കൊണ്ട് കൃഷി കഴിച്ച് ജീവിക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മടി എനിക്കില്ല. നാളെ അല്ലാതെ ഇപ്പൊ കാറേ നടന്നു നാളെ ഇപ്പൊ കാറില്ലെങ്കിൽ ഞാൻ ബസ് നടക്കും, അത്രേ ഉള്ളൂ. ആക്ച്വലി കൃഷി ചെയ്തിട്ടുണ്ടോ? എല്ലാ കൃഷിക്കാരും ചെയ്യുന്ന പോലെ ഒരു റബ്ബർ തോട്ടോ എന്താ പറയുക അതിനെ, കാരണം റബ്ബറിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഇടയ്ക്ക് കൃഷിയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ ഫാദറിൻ്റെ അനുഭവത്തോടുകൂടി ഒരു 1 ഏക്കർ സ്ഥലത്ത് പഴയ തെങ്ങായിരുന്നു. ആ തെങ്ങൊക്കെ വെട്ടി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ മുല്ലക്കൃഷി ചെയ്തിരുന്നു. ആ സമയത്ത് അത് ഒരു ഏതൊരു മാസികയിലൊക്കെ വന്നിരുന്നു മുല്ലക്കൃഷി. നല്ല രീതിയിൽ അപ്പോൾ ഫാദറിന് മനസ്സിലായി നല്ല വരുമാനവും ഉണ്ട്, നല്ല രീതിയിൽ തുടങ്ങി വന്ന് ഒരു 7-8 മാസം കൊണ്ട് ഡെയിലി നല്ലൊരു വരുമാനം കിട്ടി വന്ന. പക്ഷെ ആ മുല്ലക്കൃഷിയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ പൂ പറിക്കാൻ ആൾ വേണം. അപ്പം അന്ന് ആ സറൗണ്ടിങ്സിലെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ കൊണ്ടാണ് പറപ്പിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ചെറിയ പോക്കറ്റ് മണിയായി. അവർ എല്ലാവരും കൂടെ കുറേ പിള്ളേർ വന്നങ്ങ് പറിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അല്ലാതെ വലിയ നോർമൽ പണിക്കാരെ വെച്ച് നമുക്കത് മുതലാവില്ല. മാത്രമല്ല ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ബസ്സേ കയറ്റി തൊടുപുഴയ്ക്ക് വിടണം. അപ്പം നല്ല ഇൻകം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ തുടങ്ങി പിള്ളേരുടെ പോക്കറ്റ് മണിയൊക്കെ ആയി തുടങ്ങി. ഇപ്പം വരവ് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ പിള്ളേർ പൂ പറിക്കാൻ ആൾ വരാതെ വന്നപ്പോൾ അവസാനം ഇത് പറിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അതങ്ങ് വാടിപ്പോവും, ആ മൊട്ട് വിരിഞ്ഞു പോവും, പിന്നെ അതിന് വിലയില്ല. അങ്ങനെ ഒരു ഫ്ലോപ്പായി പോയി. പണിക്കാരുടെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു കൃഷിയായിരുന്നു. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഇതിനെ കൃഷിക്കാരൻ്റെ കാര്യത്തിൽ ഭയങ്കര റിസ്ക്കാണ്. അയാൾ കഷ്ടപ്പെട്ട് വാഴയും വെച്ചു, അല്ല തെങ്ങും വെച്ചു, അല്ലെങ്കിൽ റബ്ബറും ഒക്കെ വെച്ച് വെക്കുമ്പോൾ നല്ലൊരു കാറ്റും മഴയും വന്നു ഈ വാഴയൊക്കെ ഒടിഞ്ഞു പോകാം, റബ്ബർ അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടമുണ്ട് അവരുടെ കാര്യം. പക്ഷേ ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിൽ ഒരു അവൻ്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാവുമല്ലോ. ഒന്നുമില്ല, ആ പറമ്പിലേക്ക് ഇറങ്ങി വാഴച്ചുണ്ടെടുത്തു, അല്ലെ ഈ പറഞ്ഞ പോലെ വാഴയ്ക്ക ഇത് ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മരങ്ങളും കായ്കളും കാണും, അത് വെച്ചിട്ട് ഇപ്പോൾ കപ്പളങ്ങാത്തോരൻ ഉണ്ടാക്കി അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ. ആഡംബരം കാണിക്കുക എന്നുള്ള അതല്ല ഒരു ലൈൻ ഓഫ് ഇത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു വണ്ടി മേടിക്കണം എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ ഒരു വണ്ടി മേടിച്ചിട്ട് ഇത് വിൽക്കുന്നത് 8-9 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്. ഈയിടെ പണ്ട് 2012 ഞാനൊരു ഓടി കാറ് വാങ്ങിച്ചതാണ്, മറ്റേ A4 ഒരെണ്ണം. അന്ന് മൈ ബോസ് കഴിഞ്ഞപ്പോൾ ഞാനത് ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പാണ് വിറ്റത്. അപ്പം ഞാനങ്ങനെ 3 വർഷം കൂടെ 2 വർഷം കൂടുമ്പോൾ വണ്ടി മാറുക, അങ്ങനത്തെ രീതി എനിക്കറിയില്ല. കാറ് വേണം, നല്ലൊരു കാറായിരിക്കണം, അതൊക്കെ കൊച്ചു ആഗ്രഹങ്ങൾ. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ഒരു വിദേശ ടൂർ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ഒത്തിരി അങ്ങനെ ടൂർ അടിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ ഇല്ല. പിന്നെ നമുക്ക് ഓരോ ആവശ്യങ്ങളുടെ മേ ബി ഇതായിരിക്കാം ഈ കൃഷിക്കാരൻ്റെ മനസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. ഞാൻ പോകാറില്ല. ഒരു തവണ ഓർമ്മയുണ്ടോ ദുബായിലെ എയർപോർട്ടിൽ വന്നിട്ട് പുറത്തിറക്കാൻ പറ്റില്ല, വിസ ശരിയല്ല, ഞാൻ ചൈനയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടോ? അതെന്ന് വെച്ചാൽ ചൈനയ്ക്ക് പോകുന്ന വഴിക്ക് അന്ന് എനിക്ക് റെസിഡന്റ് വിസ ഉണ്ടായിരുന്നു ദുബായിൽ. അതിൻ്റെ പീരീഡ് കഴിഞ്ഞു. കറക്റ്റ്
180 days ആയി. ശരിക്കും 180 ആവരുതായിരുന്നു, 179 ആവായിരുന്നു. അപ്പം ഞാൻ അന്നൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ചൈനയ്ക്ക് മറ്റേ ദൃശ്യത്തിൻ്റെ റൈറ്റ് വാങ്ങിക്കാനായിട്ട് സൈൻ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഒന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നടന്നില്ല. പിന്നെ അവളെ എയർപോർട്ടിൽ തന്നെ ഇരുന്നു. അപ്പം അതുപോലും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. പക്ഷെ ഒരു കൃഷിയുടെ ഒരു സിനിമയുടെയോ അല്ലെ അത് കുടുംബത്തിന്റെ ഒക്കെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കുമല്ലേ? ഞാൻ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം ചിലർ സിനിമാ ഫീൽഡിലുള്ളവർ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ഈ സിനിമയും കുടുംബവും കൂടെ എങ്ങനെ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നു? കാരണം ചിലർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് സിനിമയ്ക്കകത്തേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുടുംബജീവിതത്തെയൊക്കെ ചില ബാധിക്കാം, ഓരോരുത്തരുടെ ഇതനുസരിച്ച്. അപ്പം എന്നോട് മലയാളത്തിൽ ഒരു വലിയ സംവിധാനം ചോദിച്ചു, നീ ഇത് രണ്ടുകൂടെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അത്രയും പാഷനേറ്റ് ആയിട്ട് ഇറങ്ങി. മേ ബി ഞാൻ അത്രയും പാഷനേറ്റ് ആയിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, സിനിമേൻ്റെ പാഷനാണ്. പക്ഷെ അക്കൂട്ടത്തിൽ ഞാനൊരു സഹോദരനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്. അപ്പോൾ ഇത്രയും റോൾ കൂടി ഉണ്ട്. നമ്മൾ ഈ റോളുകളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുക, നമുക്ക് പറ്റുന്നിടത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അതാണ്. അല്ല സിനിമാക്കാരൻ മാത്രമായ ചിലപ്പോൾ അത് ചിലപ്പോൾ ഫാമിലിയെ എഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ മിക്കവാറും വീട്ടിൽ തന്നെ ഇരിക്കുന്നു, കാരണം 2 പെൺകുട്ടികളാണ്. ആ പിള്ളേർ വളർന്നു വരുമ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ടാവണം അവരുടെ കൂടെ എപ്പോഴും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പോൾ ഇന്നവരെ അമേരിക്ക പോയിട്ടില്ല. വിസ എന്താ പറയുക, അമേരിക്കൻ വിസ കിട്ടിയിട്ട് 3 വർഷമായി, പക്ഷെ ഇന്നവരെ പോയിട്ടില്ല. കാരണം എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. എനിക്ക് പോകുമ്പോൾ ഫാമിലിയും കൂടെ കൊണ്ടുപോകണം. അവരുടെ ഉള്ള ആ ഒരു ട്രാവൽ കുറച്ചുകൂടെ മെമ്മറബിൾ ആയിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. 3 വർഷമായി എന്തിനു വിസ എടുത്തതെന്ന് ചിലപ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കും. സാഹചര്യം വന്നിട്ടില്ല പിള്ളേരുടെ പഠിത്തം ഇത് നോക്കിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അത് ഓരോരുത്തരുടെ രീതി. നമ്മൾ കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഇറ്റലിയിലെ ടസ്കനിയിലെ വൈൻ കൺട്രിയിൽ ഒരു ടൂർ പോകാൻ ഒരുമിച്ച് നമ്മൾ 2 പേരും മാത്രം. പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇറ്റലിയുടെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമയം, ഒരു ടൈമാണ് നമ്മുടെ പ്രശ്നം. ടൈം ഒത്തുവന്നാൽ ഡെഫിനറ്റായിട്ട് പോകും. എനിക്ക് യാത്ര ചെയ്യാനും എൻ്റെ ലൈഫിലെ സ്വപ്നം തന്നെ ലോകം കറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാവുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടും ഇതാണ്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടെയൊക്കെ ട്രാവൽ ചെയ്യാമായിരുന്നു, അറിയില്ല. പിന്നെ ദൈവം സഹായിച്ച് ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുമ്പോൾ നമ്മളത് ഇട്ടിട്ട് എങ്ങനെയാണ് പോകുന്നത്? അവസരങ്ങൾ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ദൈവം അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അതിന് പുറംതിരിഞ്ഞ് തന്നാൽ ചിലപ്പോൾ നാളെ വന്നില്ലല്ലോ. പണ്ട് മമ്മൂക്ക പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, സിനിമയ്ക്ക് എന്നെ ആവശ്യമൊന്നുമില്ല, എനിക്കാണ് സിനിമയെ ആവശ്യമെന്ന് പറയുന്നത്. അതൊരു സത്യമല്ല. വേണമെങ്കിൽ നമുക്ക് സിനിമയിൽ സക്സസ്ഫുൾ ആയി തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതമൊക്കെ സാധാരണ പോലെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ, വേറൊരു ജോലി എടുക്കുന്ന ആളെ പോലെ തന്നെ. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ്, നമ്മൾ ഇച്ചിരി അത്ര ഇതല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനും ബാക്ക് ടു ബാക്ക് സിനിമയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു പ്രഷർ വന്നത് ഒരുപക്ഷെ എൻ്റെ ലോണുകളും എൻ്റെ ഇതുകൊണ്ടൊക്കെ ആവും. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തു, ഒരു കഥ എഴുതി, ഒരു സിനിമ ചെയ്തു, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കഥ എഴുതി, ചിലർ 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകാം. അപ്പോൾ അതിന് പറ്റിയൊരു ഇതാണ്. പിന്നെ എന്നാ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയും ഡോക്ടേഴ്സും വക്കീലന്മാരും അപ്ഡേറ്റഡ് ആവണം ഈ ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ ഒരു അപ്ഡേഷൻ സിനിമയിലും ആവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഫീൽഡാണ്, പക്ഷെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഫീൽഡുമാണ്. നമ്മൾ എന്താ പറയുക, ഒരു നല്ല സിനിമകൾ ചെയ്ത് നമുക്കൊരു മാർക്കറ്റ് ഇല്ലാതായാൽ നമ്മൾ ഔട്ടാവും. പിന്നെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ദൃശ്യം ചെയ്യാൻ പോവാണ്, ഒരു പ്രഷർ ഇല്ല ഇത്രയും വലിയ സിനിമ രണ്ടാമത് പാർട്ട് 2 ചെയ്യാന്നൊക്കെ പറയുന്നത്? ഞാൻ ആദ്യം ഓർത്തത് ഇത് തീർന്നു, ഇനി ഇതിന് സെക്കൻഡ് പാർട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഇതിലായിരുന്നത്. അത് കഴിഞ്ഞ് 2015 ആയപ്പോൾ വേറെ ആരൊക്കെയോ എന്നോട് കുറേ പേര് വയോക്കോമിലൊക്കെ ആരോ ഒന്ന് കഥ പറഞ്ഞു, ഹിന്ദി ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു. അവർ ജിത്തു എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഞാൻ പറഞ്ഞാൽ അതിനൊരു പോസിബിലിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൃശ്യത്തിന്റെ കഥ അയച്ചു തരട്ടെ എന്ന് പറഞ്ഞാൽ ചിലർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പം ഞാൻ ഓർത്തു എന്തോ സാധ്യതയുണ്ടോ. അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ച് കുറേ സാധ്യതകൾ വന്നപ്പം എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ. അപ്പം ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്കതൊരു ചലഞ്ചായിട്ട് തോന്നി. അല്ലാതെ പിന്നെ നമ്മളങ്ങനെ പേടിച്ചിരിക്കേണ്ട, ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ടും ഒരു സീക്വലിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഫസ്റ്റ് ഒരു വലിയ സക്സസ്ഫുൾ ആണെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു ബാഗേജ് ഉണ്ടാവും. നമ്മൾ അതിനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതൊരു നല്ല സിനിമയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൃശ്യം എഴുതിയപ്പോഴും മെമ്മറീസ് എഴുതിയപ്പോഴും ഒന്നും അത് ഇത്രയും ഓടുവോ അല്ലെ ദൃശ്യം ഇതുപോലെ ഓടുന്നൊന്നും ആരും, ഞാനോ ലാലേട്ടനോ ആന്റണിയോ ഞങ്ങൾ ഇവർ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഓടുന്നത്. ഇതൊരു നല്ല സിനിമയാണ് എന്ന് എഴുതിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് എന്തോരം ഓടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ഇതൊരു നല്ല സിനിമയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഒരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കൊരു നല്ല സിനിമയാന്ന് തോന്നുന്നതല്ലേ എപ്പോഴും ഒരു ഫിലിം മേക്കർ ചെയ്യുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ 5-8 വർഷത്തിന്റെ ഇടയിൽ
ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് വല്ലപ്പോഴൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതി വരുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ചില കൊലപാതകങ്ങൾക്ക് ദൃശ്യം 2 മോഡൽ കൊലപാതകം എന്ന് വരാൻ സാധ്യതയുണ്ടോ? അത് സിനിമ നിങ്ങൾ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ച്. ഇത് ദൃശ്യം 2ന്റെ സ്ക്രിപ്റ്റ് ആണോ? ഇത്